എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ മുഖ്യമന്ത്രി അടക്കമുള്ള നമ്മുടെ ഈ പുതിയ നിയമസഭയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും എല്ലാ എം.എൽ.എമാർക്കും ഒരു പേടിയുണ്ട്, ഒരു ഫോബിയുണ്ട്. നമുക്കതിനെ വേണമെങ്കിൽ ട്രൈസ്കൈഡോകോഫോബിയ എന്ന് പറയാം. ഈ ഫോബിയയുടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നമ്പറുകളോട് ഇവർക്ക് അകാരണമായിട്ടുള്ള ഭയം ഉണ്ടാവും. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷം ഭരിച്ച പിണറായി വിജയൻ ഗവൺമെന്റ് ഒരു തരത്തിലും അന്ധവിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ പോയിട്ടില്ല എന്നുള്ളതാണ്. യുവാക്കൾക്ക് ഒരു നല്ല മാതൃക കാഴ്ചവെച്ച് തന്നെയാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. ഒരു സംശയവും നമുക്കതിൽ വേണ്ട. കാരണം ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പോഴാണ് എന്താണ് ഈ ട്രൈസ്കൈഡോകോഫോബിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ കേരളത്തില് 1, 2, 3, 4 എന്നൊക്കെ വെച്ചിട്ട് മന്ത്രിമാരുടെ വാഹനങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന അതിഭീകരമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു വാർത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വാഹനം വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. കേട്ടോളൂ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. 13 നമ്പർ കാറ് പതിവ് പോലെ ഉപയോഗിച്ചില്ല. കഴിഞ്ഞ തവണ LDF സർക്കാരിന്റെ കാലത്ത് ധൈര്യപൂർവ്വം 13 നമ്പർ കാർ ഉപയോഗിച്ചു. തോമസ് ഐസക് 13 നമ്പർ മുറി ഉപയോഗിച്ചതായിട്ട് നേരത്തെ പറഞ്ഞിരുന്നു. ആ 13 നമ്പറിന്റെ കുഴപ്പം എന്താണ് എന്നൊക്കെയാണ് ഐസക് ചോദിച്ചത്. അങ്ങനെ ധൈര്യപൂർവ്വം 13 നമ്പർ ഏറ്റെടുക്കാൻ ആരും വരുന്നില്ലേ ഇക്കുറി UDF-ൽ? സുഹൃത്തുക്കളെ, 13 നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്. ആ നമ്പർ കാറിനെ UDF-ൽ എല്ലാവരും ഇപ്പോൾ ഭയപ്പെട്ട് മാറ്റി നിർത്തുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ എല്ലായിടത്തുള്ളൊരു വിശ്വാസമാണ് 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അൺലക്കി നമ്പറാണ്. അതുകൊണ്ട് തന്നെ അത് നിർഭാഗ്യത്തിന്റെ നമ്പർ ആയതുകൊണ്ട് ആ നമ്പറുള്ള ഹോട്ടൽ മുറി ഉണ്ടാവാറില്ല, ആ നമ്പറിലുള്ള കാർ ഉണ്ടാവാറില്ല. ഇങ്ങനെ ഭയങ്കര പ്രശ്നമുണ്ട്. എന്നാൽ ചില ഇടത്തൊക്കെ ഇപ്പോൾ അത്ര അന്ധവിശ്വാസങ്ങളൊക്കെ മാറ്റി തുടങ്ങിയിരിക്കുന്നു. ചില ഹോട്ടലൊക്കെ നമ്പർ 13 ഉണ്ട്, പക്ഷെ ആ മുറിയിൽ ആരും താമസിക്കാറൊന്നുമില്ല എന്നുള്ളതാണ്. അത് ഈ നമ്പറിനോടുള്ള അപാരമായിട്ടുള്ള ഒരു വിശ്വാസപ്രകാരമാണ്. എന്തായാലും അന്ധവിശ്വാസികളാണോ ഈ ഇപ്പോൾ കയറിയിട്ടുള്ള എല്ലാ മന്ത്രിമാരും എല്ലാ MLA-മാരും എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്പർ 9 എന്ന് പറയുന്ന വാഹനം ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. വളരെ പുരോഗമനകാരിയായിട്ടുള്ള അങ്ങനെയല്ല, വളരെ പുരോഗമന ചിന്താഗതിയുള്ള അപാരമായിട്ടുള്ള റീഡിംഗ് ഉള്ള അപാരമായിട്ടുള്ള ഏറ്റവും യുവാക്കളോട് യോയോയായിട്ട് എന്നൊക്കെ പറയാനൊക്കെ സാധ്യതയില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു തീരുമാനമെടുക്കുന്നത്? ഇത് വളരെ മോശമല്ലേ? 13 നമ്പർ കാറ് തീർച്ചയായിട്ടും എന്റെ മന്ത്രിസഭയിലെ ഏതെങ്കിലും മന്ത്രിമാർ ഉപയോഗിക്കുമെന്ന് തന്നെ, അത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെ ഒരു ഉത്തരവിറക്കേണ്ടതല്ലേ? കാരണം അത്ര അന്ധവിശ്വാസങ്ങൾ നമുക്ക് വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല. അത്ര അന്ധവിശ്വാസങ്ങൾ നമ്മൾ തന്നെ ഫോളോ ചെയ്യുന്നത് ജനങ്ങൾക്ക് തെറ്റായിട്ടുള്ള ചില ചിന്താഗതികളൊക്കെ പകരും. അങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ ഈ പുതിയ കാലഘട്ടങ്ങളിൽ, ഈ ഒരു AI കാലഘട്ടത്തിൽ, ടെക്നോളജി അത്രയേറെ വളർന്ന ഈ കാലഘട്ടത്തിലും നമ്മളെ മന്ത്രിസഭയിലുള്ള ആളുകളടക്കം അത് ഫോളോ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന എന്ത് സന്ദേശമാണ് എന്നൊക്കെ ഇദ്ദേഹം പറയേണ്ടതല്ലേ? ഇദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ പുതിയ കാറ് വാങ്ങിക്കുന്നില്ല, പുതിയ കാറ് വാങ്ങിച്ചു വന്നാൽ അത് മന്ത്രിസഭയിലെ മറ്റുള്ള ആളുകൾക്കെല്ലാം കൊടുക്കുന്ന ഒരു തെറ്റായിട്ടുള്ള സന്ദേശമാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന്. ഇനിയിപ്പോൾ അത് വീഡിയോ ഒന്ന് എനിക്ക് തപ്പിയെടുത്ത് കാണിച്ചു തരാൻ വയ്യ. ഒരു പക്ഷെ ഒന്ന് തപ്പി നോക്കി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഈ മനുഷ്യൻ ഈ കാറ് വേണ്ടെന്ന് തീരുമാനിക്കുന്നു. ഈ മനുഷ്യനല്ല, ഈ ഒരു മന്ത്രിസഭയിലെ ആളുകൾ 13 നമ്പർ കാറ് വേണ്ടെന്ന് തീരുമാനിക്കുന്നു. ഒന്ന് കേൾക്ക്. അരുൺ, 13 നമ്പർ ഇത്തവണയും UDF ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും 13 നമ്പർ ഏറ്റെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് LDF സർക്കാരിൽ ആ നമ്പർ ആദ്യമായി ഏറ്റെടുത്തു. ഒന്നാം പിണറായി സർക്കാരിൽ ആ നമ്പർ ഏറ്റെടുത്തത് തോമസ് ഐസക്കാണ്. രണ്ടാം പിണറായി സർക്കാരിൽ അത് P. പ്രസാദ് ഏറ്റെടുത്തിരുന്നു. 2006-ൽ VS സർക്കാരിൽ അത് MA ബേബിയാണ് ആ കാർ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇക്കുറിയും 13 നമ്പർ ആരുമില്ല. അതുകൊണ്ട് ടൂറിസം വകുപ്പ് പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം മന്ത്രിമാർ അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 2 VK കുഞ്ഞാലിക്കുട്ടി, 3 മോൻസ് ജോസഫ്, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണെങ്കിലും 9 നമ്പർ കാറാണ്. അദ്ദേഹം അത് ചോദിച്ചു വാങ്ങി. ആയിക്കോട്ടെ, എന്തായാലും 9 നമ്പർ തന്നെ ചില നമ്പർ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊക്കെ ചില ആൾക്കാർ RC ചോദിച്ചു വാങ്ങിച്ചതാണത്രേ. അങ്ങനെ തന്നെ അല്ലേ? അദ്ദേഹത്തിന് എന്തോ പ്രത്യേക താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഒരു രാശിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു നമ്പർ കൂടിയായിരിക്കാം. ഈ ചില ആളുകളൊക്കെ രാശിയൊക്കെ നോക്കാൻ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ കേരള ഗവൺമെന്റിൽ. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു 13 നമ്പർ കാറ് വേണ്ടെന്ന് തീരുമാനിക്കുന്നു. എന്റെ സുഹൃത്തുക്കൾ, ഇത് ഭയങ്കര മോശമല്ലേ? വളരെ പുരോഗമനത്തൊക്കെ പുറകോട്ടടിക്കുന്ന ഒരു പരിപാടിയില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോയത്. എന്തായാലും എന്തുകൊണ്ട് ഇത് ഇങ്ങനെ എന്നുള്ളതാണ് സുഹൃത്തുക്കളെ. ഈ 13 എന്ന് പറയുന്നത് പൊതുവെ
ലോകത്തെല്ലായിടത്തും ഒരു അൺലക്കി നമ്പറായിട്ടാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഭാഗ്യക്കേടിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ 13 എന്ന് പറയുന്ന നമ്പർ വരുന്നത്. നമ്മുടെ ക്രിസ്തുദേവനുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന പരിപാടിയുണ്ട്, അവസാനത്തെ അത്താഴം. ആ അവസാനത്തെ അത്താഴത്തിൻ്റെ സമയത്താണ് യൂട്യൂബ് ബ്രൂട്ട് എന്ന് പറയുന്ന വാക്കൊക്കെ ഗംഭീരമായിട്ട് പ്രസിദ്ധമാവുന്നത്. നീയും ബ്രൂട്ടസ് എന്ന് പറയുന്ന വാക്കുകളൊക്കെ അല്ലേ? യെസ്. എന്തായാലും അന്ന് ആ ഒരു ചരിത്രപരമായിട്ട് അല്ലെങ്കിൽ മതപരമായിട്ട് ഒരുപാട് കാരണങ്ങൾ ഈ 13 നമ്പർ ഉണ്ട്. നമ്മുടെ യേശുക്രിസ്തുവിന്റെ അവസാനത്തെ അത്താഴത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അത് 13 പേരാണ് അന്ന് അവസാനത്തെ അത്താഴത്തിനുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ 13 എന്ന് പറയുന്ന നമ്പർ അതിന്റെ ഭാഗമായിട്ടാണല്ലോ പിന്നീട് യേശുദേവനെ ഒറ്റിക്കൊടുക്കുന്നതും യൂദാസ് ഒറ്റിക്കൊടുക്കുന്നതും അദ്ദേഹത്തിന് ആ ഒരു കുരിശ് ഏറേണ്ടി വന്നതും റിസറക്ഷൻ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ 13 എന്ന് പറയുന്ന ആ ഒരു നമ്പർ അന്ന് മുതൽ, ആ ഒരു 13 ആളുകൾ പങ്കെടുത്ത അന്ത്യ അത്താഴം മുതൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു സംഭവമാണ് എന്നാണ് ലോകത്ത് മുഴുവൻ വിശ്വസിച്ച് പോകുന്നത്. പക്ഷേ ലോകത്ത് മുഴുവൻ അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് വരുമ്പോൾ കാഴ്ചപ്പാട് പൊതുവെ മാറുന്നുണ്ട് കേട്ടോ. ഇന്ത്യൻ സംസ്കാരത്തിൽ ഇത് വേറൊരു സംഭവമാണ്. അത് നമ്മുടെ ശിവഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ത്രയോദശി എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതായത് ചാന്ദ്രമാസത്തിലെ ഒരു 13-ാം ദിവസത്തെ ത്രയോദശി എന്ന് പറയുക, ഇത് ശിവഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ദിവസമായിട്ടൊക്കെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് അതത്ര മോശമായിട്ടുള്ള ദിനമായിട്ട് ഇന്ത്യയിൽ കണക്കാക്കുന്നില്ല. എന്നാൽ അതേസമയം തന്നെ ഫ്രൈഡേ ദി 13th എന്ന് പറയുന്ന ഒരു ഭീകര സംഖ്യയൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും മാസത്തിലെ 13-ാം തീയതി വെള്ളിയാഴ്ചയായിട്ട് വരികയാണെങ്കിൽ, ഏതെങ്കിലും മാസത്തിലെ 13-ാം തീയതി വെള്ളിയാഴ്ചയായിട്ട് വരികയാണെങ്കിൽ അത് കടുത്ത ദുരന്തങ്ങളുടെ ഒരു ദിവസമായിരിക്കും എന്നാണ് പൊതുവെ ലോകത്തെല്ലാവരും വിശ്വസിച്ചു പോകുന്നത്. ഇങ്ങനെ കുറെ വിശ്വാസങ്ങളൊക്കെ ലോകത്ത് എല്ലായിടത്തും നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പുതിയ കാലഘട്ടങ്ങളിലും ഇത്ര അന്ധവിശ്വാസങ്ങൾ, ഇത്ര വിശ്വാസപരമായ കാര്യങ്ങൾ, ഏതെങ്കിലും വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ അത് ഫോളോ ചെയ്യുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും പുത്തനായിട്ട് യാത്ര ചെയ്യാനും ഏറ്റവും പുത്തനായിട്ടുള്ള ലോകത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് വളരെ റോങ് മെസ്സേജാണ് നൽകുന്നത് എന്നുള്ളതാണ്. എന്തായാലും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനം എടുക്കുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 2 തവണത്തെ ഗവൺമെന്റുകൾ, പിണറായി വിജയൻ ഗവൺമെന്റ് രണ്ടും, ഈവൻ അച്യുതാനന്ദ ഗവൺമെന്റിൽ പോലും 13-ാം നമ്പർ ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. അത് ഏറ്റെടുത്തപ്പോഴൊക്കെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഭരണം തന്നെയാണ് കേരളത്തിൽ അവരൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളതും. കഴിഞ്ഞ തവണ പോലും ഏറ്റെടുത്ത ആൾ വിജയിക്കുക തന്നെയാണ് ഇപ്പോൾ ചെയ്തത്. LDF എല്ലാവരും തോറ്റുവെങ്കിലും 13-ാം നമ്പർ കാർ ഉപയോഗിച്ച ആൾ വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അതിലൊരു കാര്യമില്ല എന്നുള്ളതാണ്. എന്നിട്ടും ഇവരെന്തുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾ പുറകെ പോകുന്നു? ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ വളരാനല്ലേ ഇതൊക്കെ കാരണമാവുകയുള്ളൂ എന്ന് ചെറിയ സംശയം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ബൈ.